ഊട്ടി യാത്രക്കിടയിൽ അവിടുത്തെ പോലീസ് നിങ്ങളെ പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്നാൽ ഹംഗർഫോർഡ് ടീ എസ്റ്റേറ്റ് വെച്ച് നമ്മളെ പിടിച്ചെടുത്തി കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മുടെ പ്രത്യേക കഴിവുകൾ ഉപയോഗിച്ച് സംസാരിച്ചപ്പോൾ അവർ നമ്മളെ ഫൈൻ തരാതെ വെറുതെ വിട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയാവുന്ന കോടനാട് വ്യൂ പോയിന്റിലേക്കാണ്. നമസ്കാരം ഗൈസ്, വെൽക്കം ടു എ പുതിയ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഊട്ടി എക്സ്പ്ലോറിംഗ് ട്രാവൽ എപ്പിസോഡ്. ടൂർ പ്രൊപ്പറേറ്ററിന്റെ പ്ലാനിംഗ് പ്രകാരം ബ്രേക്ക്ഫാസ്റ്റ് ഹംഗർഫോർഡ് ടീ എസ്റ്റേറ്റിന്റെ അടുത്ത് നിന്ന് കഴിക്കാമെന്ന് കരുതി പോയതാണ്. ബട്ട് അവിടെ കട പോയിട്ട് ഒരു പൂട പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ചോദിച്ച് നമ്മൾ എത്തിയത് ഊട്ടി ട്രീ പാർക്കിലേക്കാണ്. അവിടെ നിന്ന് ഓരോ മാഗിയും ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 40 രൂപ പെർ ഹെഡ് ടിക്കറ്റ് എടുത്ത് പൈൻ മരങ്ങൾ നിറഞ്ഞ ട്രീ പാർക്ക് കാണാൻ നമ്മൾ കയറി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കോടമഞ്ഞോ ചെറിയ മഴയോ ഒന്നുമില്ല, എങ്കിലും തണുത്ത ചെറിയ കാറ്റുള്ളത് കൊണ്ട് കുറെ നേരം അവിടെ ചെലവഴിച്ചു. മഞ്ഞുള്ള സീസൺ ടൈമിൽ ഒരിക്കൽ കൂടി ഉറപ്പായി വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് മെയിൻ ഡെസ്റ്റിനേഷനായ കോടനാട് വ്യൂ പോയിന്റിലേക്കാണ്. ഇതാണ് ഊട്ടിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇവിടെയും 40 രൂപ പെർ ഹെഡ് തന്നെയാണ് ടിക്കറ്റ്. മറ്റു ടിക്കറ്റ് വിവരങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോടനാട് വ്യൂ പോയിന്റ് ഊട്ടിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററും കൊത്തഗിരിയിൽ നിന്നും വെറും 16 കിലോമീറ്ററും മാറിയാണുള്ളത്. കോടനാട് വ്യൂ പോയിന്റിലെ വാച്ച് ടവറിൽ നിന്ന് നോക്കുമ്പോൾ ഒരു തൂൺ പോലെ കുത്തനെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന രംഗസ്വാമി പില്ലറും തദ്ദേശീയരായ ബടക വിഭാഗക്കാർ പുണ്യമായി കരുതുന്ന രംഗസ്വാമി കൊടുമുടിയും നമുക്ക് കാണാൻ കഴിയും. കൂടാതെ മറുഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളും അഗാധമായ താഴ്വരകളും വ്യത്യസ്തമായ കാഴ്ചകളാണ്. എല്ലായിടത്തെയും പോലെ ഇവിടെ നിന്നും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മളുടെ ഈ യാത്ര ഓഫ് സീസണിലായിരുന്നതിനാൽ എല്ലായിടത്തെയും പൂർണ്ണമായ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കോടനാട് വ്യൂ പോയിന്റിലെ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓഫ് സീസണിലും പോകാവുന്നതും നമ്മൾക്ക് മിസ്സായതുമായ സ്ഥലങ്ങൾ മറ്റേതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത തവണത്തെ ഊട്ടി പ്ലാനിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളുമായി see you guys in the next episode. Until then, it's me Akash signing off. Bye bye.